ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോണത് ഒരു സാധാരണ നാരങ്ങ വെള്ളമാണ്. അതിലൊരു ഇത്തിരി വ്യത്യാസം വരുത്തിയിട്ടാണ് നമ്മളിത് ചെയ്യണത്. ഈ ഒരു ഇഫ്താറിൻ്റെ സമയത്ത്, അതായത് നല്ല ചൂടുള്ള സമയത്ത് നമുക്കൊരു നാരങ്ങ വെള്ളം കുടിക്കുകയാണെങ്കിൽ നല്ലൊരു റീഫ്രഷിങ് അല്ലേ. അപ്പോൾ അതിൽ ഒരു ഇത്തിരി വ്യത്യാസം വരുത്തിയാൽ നല്ല ഭംഗിയാണ് കാണാൻ. ആ ഭംഗി കാണുമ്പോൾ കുടിക്കാൻ തന്നെ തോന്നും. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളൊരു നാരങ്ങ വെള്ളം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ചെറുനാരങ്ങയാണ് എടുക്കുന്നത്. അപ്പോൾ ചെറുനാരങ്ങ നമ്മൾ അടിച്ച് അതുപോലെ തന്നെ കുടിക്കുകയാണെങ്കിൽ തൊലിയോട് കൂടെ കട്ട് ചെയ്തിട്ട് ഇടാം, കുരുവെല്ലാം കളഞ്ഞിട്ട്. അപ്പോൾ കുഴപ്പമില്ല, കയ്ക്കൊന്നുമില്ല. പക്ഷേ നമ്മളിത് ജ്യൂസാക്കി വെച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കുടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കയ്പ്പ് രസം വരും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്യണത്. 2 ഭാഗവും ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ സൈഡിൽ കൂടെ തൊലി മാത്രം ഒന്ന് വരഞ്ഞു കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ തൊലി കളയാൻ വേണ്ടിയിട്ട്. ഇനി അതിൻ്റെ കുരു കളഞ്ഞിട്ട് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓറഞ്ച് നമുക്ക് ഇതുപോലെ തന്നെ തൊലി കളഞ്ഞെടുക്കാം കേട്ടോ. നമ്മൾ ചെറുനാരങ്ങ ചെയ്ത പോലെ തന്നെ 2 ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ തൊലിപ്പുറത്ത് മാത്രം ഇതുപോലെ വരഞ്ഞു കൊടുക്കുക. ആഴത്തിൽ വരയരുത്. ആഴത്തിൽ വരഞ്ഞാൽ അതിൻ്റെ ഫ്ലഷും കൂടെ പോരും. അപ്പോൾ ആ തൊലിയുടെ പുറത്ത് മാത്രം ഇതുപോലെ വരഞ്ഞ് നമുക്ക് ഇതേപോലെ പറിച്ചെടുത്താൽ മതി. വളരെ ഈസിയാണ് നമുക്ക് ഓറഞ്ച് ജ്യൂസ് അടിക്കാനും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഈ ജ്യൂസിന് ഓറഞ്ച് ചേർക്കണില്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ജ്യൂസിലേക്ക് പോവാം. അപ്പോൾ ഞാൻ 2 നാരങ്ങ ഇതുപോലെ കുരുവൊക്കെ കളഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കാഷ്യൂനട്ടാണ്. 6 കാഷ്യൂനട്ട് ഞാൻ നന്നായിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും, പിന്നെ വേണ്ടത് നമുക്ക് തണുപ്പിന് ആവശ്യമായിട്ടുള്ള ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതങ്ങോട്ട് അടിച്ചെടുക്കുക. ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട്. അപ്പോൾ ഞാനിത് ഏകദേശം ഒരു 4 ഗ്ലാസ്സിനുള്ള അളവാണ് പറയണത്. 4 ഗ്ലാസ്സിന് ഒരു 6 കാഷ്യൂനട്ട് മതിയാകും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യൂ. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ലെമൺ ജ്യൂസ് കുടിക്കണ പോലെ തന്നെയാണ്. ഒരു പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ഭംഗി, കാണാനുള്ളൊരു ഭംഗിയാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. നല്ലൊരു വൈറ്റ് കളറിലിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യൂ. തീർച്ചയായിട്ടും ഇഷ്ടമാകും. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കൂ. ഇനി വീണ്ടും പുതിയ പുതിയ റെസിപ്പീസുമായി കാണുന്നത് വരെ താങ്ക് യു.